തൃശൂരിൽ നല്ലങ്കരയിൽ പോലീസിനെ ഗുണ്ടകൾ ആക്രമിച്ചു എന്ന വാർത്തയെത്തുന്നു. മണ്ണൂത്തി നല്ലങ്കരയിൽ ഇന്ന് പുലർച്ചെയാണ് സംഭവത്തിൽ ഇപ്പോൾ 6 പേരെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. വിവരങ്ങളുമായി ശരത്ത് ഓങ്ങല്ലൂർ തൃശൂരിൽ നിന്ന് ചേരുകയാണ്. ശരത്ത്, എന്താണ് സംഭവിച്ചത്? പോലീസിന് നേരെ ഗുണ്ടകളുടെ ആക്രമണം ഉണ്ടായെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എങ്ങനെയാണ് ഈ സംഭവം നടന്നത്? ഇപ്പോൾ ആരൊക്കെയാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്? മനു, വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നലെ ഒരു ലഹരി പാർട്ടിക്കിടെയാണ് ഇത്തരത്തിൽ പോലീസിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നത്. ഈ പറഞ്ഞ പോലെ മണ്ണുത്തി നെല്ലങ്കരയാണ് സംഭവം. നെല്ലങ്കര വൈലോപ്പള്ളി നഗറിലെ വീട്ടിൽ അൽത്താഫ്, അഹദ് എന്നീ 2 സഹോദരങ്ങളുണ്ട്. അപ്പൊ അവർ ഇതിൽ അഹദിന്റെ പിറന്നാളോട് ആഘോഷിച്ച് ഇന്നലെ ഒരു ലഹരി പാർട്ടി സംഘടിപ്പിച്ചിരുന്നു. വീടിന് സമീപത്ത് തന്നെയുള്ള ഒരു ആളൊഴിഞ്ഞ വീട്ടിലും പാടത്തുമായിട്ടായിരുന്നു ഇത്തരത്തിലൊരു പാർട്ടി സംഘടിപ്പിച്ചിരുന്നത്. ഇതിനകത്ത് പാർട്ടി തുടങ്ങി കുറച്ച് കഴിയുന്നതോടുകൂടി ഈ അൽത്താഫും അഹദും കൂടെ വന്നിട്ടുള്ള ഏതാണ്ട് ഒരു 15ഓളം പേരും തമ്മിൽ ചില വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതിനെ തുടർന്ന് ഈ അൽത്താഫും അഹദും തങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു വന്ന് വീടിന്റെ വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഇവരുടെ അമ്മ അതിന് തയ്യാറായില്ല. അവർ പേടിച്ച് കൺട്രോൾ റൂമിൽ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തിയ സമയത്ത് ഇവർ ഒരു രീതിയിലും കീഴടങ്ങാൻ അല്ലെങ്കിൽ വഴങ്ങാൻ തയ്യാറാവാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ഈ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ കൂടുതൽ വാഹനങ്ങൾ കൺട്രോൾ റൂം വിളിച്ചു വരുന്നു, കൂടുതൽ ഫോഴ്സിനെ വിളിച്ചു വരുന്നു. ഈ ഒരു സമയത്ത് ഇത്തരത്തിൽ ആളൊഴിഞ്ഞ വീട്ടിൽ ഒളിഞ്ഞു നിൽക്കുകയായിരുന്ന മറ്റു ഗുണ്ടകളെല്ലാം ചേർന്ന് ഇത്തരത്തിൽ പോലീസിന്റെ വാഹനത്തിന് നേരെയും പോലീസിന് നേരെയും ആക്രമിക്കുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനകത്ത് രണ്ട് കൊലക്കേസിൽ പ്രതിയായ ബ്രഹ്മജിത്ത് ഉൾപ്പെടെയുള്ളവർ ഇതിനകത്ത് പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 6 പേരെ മൊത്തം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഏതാണ്ട് 4ഓളം പോലീസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട്. മറ്റ് രക്ഷപ്പെട്ട ആളുകളെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ അന്വേഷണം അല്ലെങ്കിൽ അവരെ കസ്റ്റഡിയിലെടുക്കാനുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനു, ശരി, ഏതായാലും ഇപ്പോൾ 4 പേർ കസ്റ്റഡിയിലായിരിക്കുന്നു. ബാക്കിയുള്ളവരെ പിടികൂടാനുള്ള ശ്രമങ്ങൾ വളരെ വേഗത്തിൽ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.